ഈ തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ CPM-ന് 33% വോട്ട് കിട്ടി, കോൺഗ്രസിന് 38, BJP അതല്ല പ്രശ്നം. അതൊരു വേറൊരു വിഷയം. അത് തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഭൂരിപക്ഷം കിട്ടും, കുറച്ച് പേര് ഭരണത്തിൽ വരും, കോർപ്പറേഷനിൽ, അത് വേറൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ ചോദ്യം ചെയ്യാൻ പറ്റാതിരുന്ന പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് വിവിധ ജില്ലകളിൽ ഗ്രൂപ്പുകളിലായിട്ട് നിന്ന് PS അച്യുതാനന്ദന്റെയും പിണറായിയുടെയും ഗ്രൂപ്പായിട്ട് ഉണ്ടായിരുന്നതിനെയൊക്കെ പൊളിച്ചടുക്കി ഒരൊറ്റ ഗ്രൂപ്പാക്കി മാറ്റി നിന്ന സംവിധാനങ്ങളിൽ വലിയ പൊളിച്ചെഴുത്ത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിനകത്ത് കരമനഹരി ഉയർത്തിവിട്ടിട്ടുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ കരമനഹരി ഉയർത്തിവിട്ടിട്ടുള്ള ചില ബോംബുകളും ഭൂതങ്ങളും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ CPM-ന്റെ തോൽവിയെ കാണാനാകില്ല. ഒരുപാട് തലകൾ ഉരുളാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് പേർക്ക് നടപടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും വിവിധ ജില്ലകൾ, കൊല്ലം ജില്ലയിൽ അത് വളരെ വിശദമായി പരിശോധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ജില്ലകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ പുല്ലമ്പാറ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ദേശീയ അടിസ്ഥാനത്തിലേക്ക് ഡിജിറ്റൽ പഞ്ചായത്തെന്നും അതുപോലെ ജലസംരക്ഷണത്തിലൊക്കെ വലിയ അവാർഡ് വാങ്ങിച്ച പുല്ലമ്പാറ പഞ്ചായത്ത് എന്തുകൊണ്ട് കയ്യിൽ നിന്ന് പോയി? ഇങ്ങനെ ഒരുപാട് പഞ്ചായത്തുകളും ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളുടെ 7 ജില്ലാ പഞ്ചായത്ത് 9 ഉണ്ടായ പിന്നെ എന്താ പറയുക 14-ൽ 11 ഉണ്ടായിരുന്നു. 11 അല്ലേ? മലപ്പുറവും പത്തനംതിട്ട 2 ഒഴിച്ചിട്ട് 13 ഉണ്ടായിരുന്നു. മലപ്പുറം ഒഴിച്ച് 13 കയ്യിലുണ്ടായിരുന്നത് എങ്ങനെയാണ് 7ലേക്ക് ചുരുങ്ങിയത്? ഇങ്ങനെ തുടങ്ങിയ വലിയ മാറ്റം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ പത്മകുമാറിനെ നിർബന്ധമായും പുറത്താക്കിയേ കഴിയുള്ളൂ ജില്ലാ കമ്മിറ്റി പറഞ്ഞു. അതിന് സംസ്ഥാന കമ്മിറ്റി കൂടേണ്ട താമസമേ ഉള്ളൂ, പത്മകുമാറിനെ പുറത്താക്കും. അങ്ങനെ വലിയ രീതിയിലേക്ക് പോകുമ്പോൾ പിണറായി ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. PM ശ്രീയിലാവട്ടെ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടാണ്. MA ബേബിയും ഗോവിന്ദൻ മാഷ് ആദ്യം ഒന്ന് ഉരുണ്ടൊക്കെ കളിച്ചെങ്കിലും പിന്നെ അവസാനം അദ്ദേഹം MA ബേബിയുടെ സ്റ്റാൻഡിലേക്ക് വന്ന് D രാജയുടെ സ്റ്റാൻഡിലേക്ക് വന്നു. D രാജയും CPIയും പറഞ്ഞതിലേക്ക് പിണറായി വിജയൻ സറണ്ടർ ചെയ്തു. ആ ഒന്നാമത്തെ സറണ്ടർ അവിടെയാണ് നടന്നത്. രണ്ടാമത്തെ സറണ്ടർ എന്ന് പറയുന്നതാണ് VC-യുടെ കാര്യത്തിൽ എന്തൊക്കെ ബഹളമാണ് SFI ചെയ്തത്. ചെവുരുകൾ യൂണിവേഴ്സിറ്റിയുടെ സിസ തോമസിനെ KTU-ന്റെ പ്രസിഡന്റ് പിന്നെ സാങ്കേതിക സർവകലാശാലയുടെ VC ആക്കിയതിന് എവിടെയെല്ലാമാണ് ഇടിച്ചു കയറിയത്. കേരള സർവകലാശാല ഇതാ ഫാസിസം വരുന്ന വഴി, അതുപോലെ തന്നെ വർഗീയത വന്നു, ഇവിടെ പിന്നെ ഗൂണ്ടായിസം വന്നു, ഭരണഘടന പൊളിച്ചെഴുതി കളഞ്ഞു, എന്തൊക്കെ ബഹളം ചെയ്തുകൊണ്ടാണ് SFI-യുടെ കുട്ടികൾ വരെ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് തുറന്നു കിടന്നപ്പോഴും അല്ലെങ്കിൽ പിന്നെ ഗേറ്റ് പിന്നെ മറ്റേ വാതിൽ അടച്ചപ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു, വാതിൽ അടച്ചപ്പോൾ ചുവര് വഴി കയറുന്ന ചിത്രങ്ങളൊക്കെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ സർവകലാശാല വരുന്നതിനെതിരെ TP ശ്രീനിവാസന്റെ കരണത്തടിച്ച കഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നൊക്കെ മാറി പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നു. കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ ഇത് റിപ്പോർട്ട് ചെയ്തു. അതായത് VC-യുമായിട്ട് നമ്മുടെ ഗവർണറുമായിട്ടുള്ള ഒത്തുതീർപ്പ് സജീവ് ഗോപിനാഥിനെ അതൊരു ഉടായ്പ സർവകലാശാല IIITMK എന്ന് പറഞ്ഞ മനോഹരമായി പിന്നെ നമ്മുടെ ക്യാമ്പസിലിരുന്ന, അതായത് ടെക്നോ പാർക്ക് ക്യാമ്പസിലിരുന്ന IIITMKയെ ശിവശങ്കരന്റെ വക്രബുദ്ധിയിൽ ഉദിച്ച് ലാൻഡ് യൂസ് ബോർഡിനെയും കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് സെന്ററിനെയും സോയിൽ ഡിപ്പാർട്ട്മെന്റിനെയും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ സംവിധാനങ്ങളെയും ജിയോഗ്രഫിക്കൽ GIS സംവിധാനങ്ങളെയും റിമോട്ട് സെൻസിംഗ് സംവിധാനങ്ങളെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോയൊരു ഡിജിറ്റൽ സർവകലാശാല ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വക്രബുദ്ധിയായിരുന്നു. ശിവശങ്കറിന്റെ ഒരു വക്രബുദ്ധിയായിരുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അതൊരു ഉടായ്പ സർവകലാശാലയാണ്. എന്താണ് കേരള സമൂഹത്തിൽ അവർ ചെയ്തിട്ടുള്ള സംഭാവന എന്ന് വെച്ചാൽ കുറെ കോഴ്സുകൾ നടത്തുന്നു. അങ്ങനെ ഒരു കോഴ്സുകൾ നടത്തുന്നതിനപ്പുറം കേരളത്തെ ഡിജിറ്റലൈസ് ചെയ്യാൻ, കേരളത്തിലെ ഡിജിറ്റൽ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിൽ, ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ, ഡിജിറ്റൽ ലിറ്ററസി നടത്താനുള്ള എന്തെങ്കിലും പ്രോഗ്രാം ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് അറിയൂടെ ഒരു സജീവ് ഗോപിനാഥ് ഉണ്ട്. അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല കേട്ടോ, എനിക്കും പരിചയമുള്ള ആളാണ്. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അദ്ദേഹമാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ആള്. എന്താണ് അവിടെ ഇരുന്ന് അദ്ദേഹം എഴുതി ഗവൺമെന്റിന് സഹായിച്ചു കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അതും അദ്ദേഹത്തിനും കഴിവുള്ള ആളാണോ രണ്ടും എനിക്കറിയത്തില്ല. ഒന്നുകിൽ മഹാനായിരിക്കും, കഴിവുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കും, എഴുത്തും ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ആളാണ്. എന്തായാലും ആ സർവകലാശാല ഒരു ഉടായ്പ സർവകലാശാലയാണ്. ഇവിടുത്തെ ടെക്നോ പാർക്കുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതെ പോകുന്ന ഒരു ഉടായ്പ സർവകലാശാലയായിട്ടാണ് ഡിജിറ്റൽ സർവകലാശാല. IIITMK വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്തതുമാണ്. ഒരു കോഴ്സ് നടത്താനായിട്ട് മാത്രം ഇങ്ങനെ ഒരു ഡിജിറ്റൽ സർവകലാശാല വേണ്ട. മലയാള സർവകലാശാല കൊണ്ടുവരുന്നത് മലയാളം കൂടി പ്രചരിപ്പിക്കാനാണ്. സംസ്കൃത സർവകലാശാല കൊണ്ടുവരുന്നത് സുനിൽ പിള്ളയുടെ പോലെയുള്ള ആളുകൾക്ക് അവിടെ കയറി ഇരുന്നിട്ട് ലോകം മുഴുക്കെ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കാനല്ല. സംസ്കൃതം ഈ രാജ്യത്ത് എങ്ങനെ സാധാരണ ജനങ്ങളെ സംസ്കൃതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതിനാണ് അവിടെ സംസ്കൃത സർവകലാശാല തുടങ്ങിയത്. അതൊഴിച്ച് ബാക്കിയെല്ലാം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. സംസ്കൃതം ജനങ്ങളെ
സംസ്കൃതം എന്ന ഭാഷ ജനങ്ങൾക്ക് ജനാഭിമുഖ്യമുള്ള ഭാഷയാക്കി മാറ്റി കൊടുക്കുന്നതിൽ, അതുപോലെ പുരാണ ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കാര്യകാരണ സഹിതം, പിന്നെ ചെപ്പേടുകളും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമൂഹത്തിനകത്ത് കൊടുക്കുന്ന, സംസ്കൃതത്തിലുള്ളത് സമൂഹത്തിനകത്ത് കൊടുക്കുന്ന ജോലി ചെയ്യിക്കാനും സമൂഹത്തെ സംസ്കൃതവൽക്കരിക്കാനും, സംസ്കൃതവൽക്കരിക്കുക മീൻസ് സംസ്കൃതത്തിൽ ആഭിമുഖ്യം ഉണ്ടാക്കാനും ഒക്കെയാണ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. പക്ഷെ അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യവും അവിടെ നടക്കുന്നതായിട്ടാണ് പറയുന്നത്. അവിടെ പലപ്പോഴും അവിടുത്തെ അധ്യാപകരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ നിസ്സഹായരാണ്. അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. അവിടുത്തെ പ്രൊഫസർമാരെയും ആളുകളെയും അവർ നിസ്സഹായരാണ്. അവർക്കത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ ന്യൂനപക്ഷം, സുനിൽ പിള്ളേരത്തിനെ പോലുള്ള ചെറിയ ന്യൂനപക്ഷം അവിടെ അപ്പർ ഹാൻഡ് എടുത്തിട്ട് സഹാക്കൾ കളിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ അതാണ് അതിന്റെ സ്ഥിതി. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പിണറായി വിജയൻ CPM-ൽ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചപ്പാടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തെ, ഇപ്പൊ ജയശങ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ LDF-ന് വരാൻ വീണ്ടും വന്നാണ്. ആ ഒരു അഭിപ്രായം നമുക്കില്ല. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ പിണറായി വിജയന്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നു. അത് അദ്ദേഹം ഇപ്പൊ ന്യൂനപക്ഷത്തിനടുത്ത് പോയിരിക്കുകയാണ്. ആദ്യം ന്യൂനപക്ഷത്തിനടുത്ത് പോയി ന്യൂനപക്ഷത്തെ അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന വലിയ ന്യൂനപക്ഷവാദിയായിരുന്നു. അവസാനം ന്യൂനപക്ഷക്കാർ തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാം കളഞ്ഞിട്ട് പോയപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തിന്റെ പിറകെയായി, വെള്ളാപ്പള്ളിയുടെ പിറകെയായി, സുകുമാരൻ നായരുടെ പിറകെയായി. ഇപ്പൊ അതുമില്ല, വീണ്ടും ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് കോഴിക്കോട് പോയിരിക്കണം. ഒരു സ്ഥലജലഭ്രമം ബാധിച്ചതുപോലെ ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്നൊക്കെ പോകാതെ വികസന പക്ഷത്ത് നിൽക്കൂ, വികസനത്തെക്കുറിച്ച് പറയൂ, മതേതരത്വത്തെക്കുറിച്ചൊക്കെ, മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ്, ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് താങ്കളുടെ ജോലി അതല്ല മിസ്റ്റർ പിണറായി വിജയൻ സാറേ. താങ്കൾ ഇവിടുത്തെ മഹത്തായ പ്രോജക്റ്റുകൾ കൊണ്ടുവരൂ, മഹത്തായ പദ്ധതികൾ കൊണ്ടുവരൂ. 45 ലക്ഷത്തിന് തൊഴിലില്ല, അവരുടെ തൊഴിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? അംഗനവാടിക്കാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നത് എങ്ങനെ? ആശാ വർക്കേഴ്സിന് ശമ്പളം കൂട്ടി കൊടുക്കുന്നതിന്, കടമെടുപ്പ് ഇത്രയും കുറച്ചുകൊണ്ട് എങ്ങനെ വ്യവസായങ്ങൾ കൊണ്ടുവരാം? എങ്ങനെ നമുക്കൊരു സമൂഹത്തെ മുഴുവൻ പുതിയ രൂപത്തിലേക്ക്, പുതിയ കാലത്തിനനുസരിച്ച്, ലോകത്തിനനുസരിച്ച് കേരളത്തെ എങ്ങനെ മാറ്റിയെടുക്കാം? എങ്ങനെ നമ്മുടെ സർവകലാശാലകളെ ലോകത്തിലെ ഒന്നാമത്തെ സർവകലാശാലയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾ പുറം രാജ്യങ്ങളെ പോകുന്നത് എങ്ങനെ തടയാം? ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നവരുടെ തൊഴിലില്ലായ്മ എങ്ങനെ ഇവിടെ പരിഹരിക്കാം? 1 ലക്ഷം കോടി രൂപ വിദേശത്ത് നിന്ന് വരുന്ന പണം എടുത്തുകൊണ്ട് ഇവിടെ എങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാം? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. അതിന് സമരം IFK-ൽ 6 ചിത്രം അവതരിപ്പിച്ചു. വിദേശ നയത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് 6 അവതരിപ്പിക്കാൻ പറ്റുന്ന റസീൽ പൂക്കുട്ടി പറഞ്ഞതിന് ശേഷവും പറയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം, അയ്യപ്പന്റെ പാട്ടിനില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം, പിന്നെ അതുപോലെ നേരത്തെ പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഭഗവാൻ കാലുമാറുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, കണിയാവൻ രാമേന്ദ്രന്റെ KPSC-യുടെ നാടകമൊക്കെ വന്നിട്ടുണ്ട്. ഭഗവാനെ കുറിച്ചുള്ള നാടകം, യേശുവിനെ കുറിച്ചുള്ള PA ആന്റണിയുടെ നാടകമൊക്കെ വന്ന നാടാണ്. അതിനെല്ലാം എതിർത്ത്, ചിലതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച്, തരാതരം പോലെ പ്രോത്സാഹിപ്പിച്ചും എതിർത്തുമൊക്കെ ഇങ്ങനെ അധികകാലം പോകാൻ കഴിയില്ല. AI-യുടെ പുതിയ കാലത്ത് എല്ലാവർക്കും എല്ലാ കാര്യവും വിരൽത്തുമ്പിൽ കിട്ടുന്ന പുതിയ കാലത്ത് പഴയ ആശയങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് പിണറായി വിജയൻ അറിയേണ്ടതുണ്ട്. എന്താണ് താങ്കളുടെ പുതിയ കാഴ്ചപ്പാട്, പുതിയ സംവിധാനം? താങ്കൾ മാറി നിൽക്കുകയാണോ, അതോ താങ്കൾ സറണ്ടർ ചെയ്യുകയാണോ, അതോ എന്താണ് പുതിയ മുഖ്യമന്ത്രിയുടെ പുതിയ കാഴ്ചപ്പാടെന്നറിയാൻ സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്.